അവിഘ്നമസ്തു. ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. പ്രിയ കുടുംബാംഗങ്ങളെ, രാമായണ യാത്രയുടെ 38ാമത്തെ ഭാഗമാണ് നമ്മൾ ഇന്ന് മനനം ചെയ്യുന്നത്. കഴിഞ്ഞ ഭാഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചു. ശ്രീരാമൻ വനത്തിലേക്ക് പുറപ്പെട്ടു. തളർന്നു വീഴുന്ന ആ അച്ഛനെ, ദശരഥനായ അച്ഛനെ ഭാര്യയെടുത്തുകൊണ്ട് ശ്രീരാമൻ്റെ ഗൃഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. ഈ അവസരത്തിൽ ആ ദശരഥൻ കൗസല്യാഗൃഹത്തിൽ എത്തിയപ്പോഴുണ്ടാകുന്ന സംഭവ വികാസങ്ങളിലൂടെ നമുക്ക് ഇന്നത്തെ രാമായണ യാത്ര ആരംഭിക്കാം. പിന്നെയുണർന്നു കരഞ്ഞു തുടങ്ങിനാൻ ഖിന്നയായി മേവുന്ന കൗസല്യ തന്നോടും ശ്രീരാമനും തമസാ നദീ തന്നുടേ തീരം ഗമിച്ചു വസിച്ചു നിശാമുഖേ. പാനീയമാത്രം ഉപജീവനം ചെയ്തു ജാനകിയോടും നിരാഹാരനായൊരു വൃക്ഷമൂലേ ശയനം ചെയ്തുറങ്ങിനാൻ ലക്ഷ്മണൻ വില്ലുമമ്പും ധരിച്ചന്തികേ. രക്ഷിച്ചു നിന്നു സുമിന്ദ്രരും ഓരോ ദുഃഖവൃത്താന്തങ്ങളും പറഞ്ഞാകുലാൽ പൗരജനങ്ങളും ചെന്നരികെ പുക്കൂ ശ്രീരാമനെ അങ്ങു കൊണ്ടുപോയി കൂടായിൽ. കാനനവാസം നമുക്കുമെന്നേവരും മാനസത്തിങ്കലുറച്ചു മരുവിനാർ പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു. ഇവിടെ ആ വനയാത്ര പുറപ്പെട്ടു. അങ്ങനെ ശ്രീരാമനും സുമീന്ദ്രനും ലക്ഷ്മണനും സീതയും ഒക്കെ മുന്നോട്ട് പോവുകയാണ്. എന്നാൽ ഈ അവസരത്തിൽ അവിടെ ഒന്നിച്ചുള്ള പൗരജനങ്ങൾ ചിന്തിച്ചത്, ശ്രീരാമനില്ലാത്ത സ്ഥലം എന്ന് പറഞ്ഞാൽ കാനനത്തിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ആ രാമൻ്റെ പുറകെ ഞങ്ങളും പോവുകയാണ്. ആ ശ്രീരാമനെ അനുഗമിക്കാൻ തയ്യാറായിരിക്കുകയാണ്. എവിടെയാണോ രാമനുള്ളത് അതാണ് അയോധ്യ എന്നുള്ള ഒരു ചിന്തയോടുകൂടി ഈ പൗരജനങ്ങളും ശ്രീരാമൻ്റെ പുറകെ അങ്ങോട്ട് നീങ്ങിത്തുടങ്ങി എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ ദശരഥനെ ആ കൊട്ടാരത്തിൽ, കൗസല്യയുടെ കൊട്ടാരത്തിൽ എത്തിച്ചപ്പോൾ ദശരഥന് സങ്കടം സഹിക്കാൻ കഴിയുന്നില്ല. അത്രയേറെ ദുഃഖമാണ് ഞാൻ മൂലമുണ്ടായിട്ടുള്ളത്. കൗസല്യാദേവിയുടെ മുഖത്ത് എങ്ങനെയാണ് ഞാൻ നോക്കുക? കാരണം ആ കൗസല്യയുടെ ഒരേ ഒരു മകനെ ഞാൻ ഇവിടുന്ന് അകറ്റി. എൻ്റെ വാക്ക് കാരണം ഞാൻ മാത്രമാണ് അതിന് ഉത്തരവാദി എന്ന ചിന്ത ദശരഥനെ ദുഃഖത്തിലേക്ക് വീണ്ടും വീണ്ടും താഴ്ത്തുകയാണ് ചെയ്തത്. അപ്പോൾ ആ കൗസല്യയുടെ ഗൃഹത്തിലേക്ക് ഈ ദശരഥൻ വന്നു. അവിടെ എത്തിയതിനു ശേഷം ദശരഥൻ വാവിട്ട് കരയുകയാണിത് കൗസല്യയെ കണ്ടപ്പോൾ. ഇടയ്ക്കിടയ്ക്ക് ബോധം മറഞ്ഞു പോകുന്നുണ്ട് അദ്ദേഹത്തിൻ്റെത്. ഈ കാഴ്ച കണ്ടപ്പോൾ കൗസല്യാദേവിയും കരയാൻ തുടങ്ങി എന്നാണ് പറയുന്നത്. എന്നാൽ ഈ ഒരു അവസരത്തിൽ വനത്തിലേക്ക് പോയ രാമൻ്റെ അവസ്ഥ വേറൊന്നായിരുന്നു. രാമൻ വനത്തിലേക്ക് പോകുമ്പോൾ ഒന്നിച്ച് പൗരജനങ്ങളും പുറപ്പെട്ടു. കാരണം രാമനില്ലാത്ത വനം എന്ന് പറയുന്നത്, രാമനില്ലാത്ത അയോധ്യ എന്ന് പറയുന്നത് വനത്തിന് തുല്യമാണ്. അപ്പോൾ രാമൻ എവിടെയാണോ അവിടെയാണ് അയോധ്യ, അവിടെയാണ് സന്തോഷമുള്ളത്, അവിടെയാണ് സ്വർഗം. അതുകൊണ്ട് രാമൻ്റെ ഒന്നിച്ച് ഞങ്ങളും പോകുന്നു എന്നുള്ള ചിന്തയോടുകൂടി, അല്ലെങ്കിൽ രാമൻ തിരികെ വരണം, ഇല്ലെങ്കിൽ ഞങ്ങൾ രാമനോടൊപ്പം പോകും എന്ന ചിന്തയോടുകൂടി അവരോടൊപ്പം പോവുകയാണ് ഈ തേരിൻ്റെ പുറകെ. തേരിൽ സുമിന്ദ്രനും ലക്ഷ്മണനും സീതയും രാമനും എല്ലാം ഉണ്ട്. അവരങ്ങ് പോവുകയാണ്. അപ്പോൾ ആ യാത്രയിൽ അവരെവിടെ എത്തി? നേരെ തമസാ നദിയുടെ തീരത്തെത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്.
ഈ തമസാ നദിയുടെ തീരത്താണ് അവിടെ എത്തി. ഇനി അത് മറുകര എത്തണം. അപ്പോൾ അന്ന് മറുകര എത്താൻ അവർ തയ്യാറായില്ല. കാരണം വെച്ചാൽ ഇരുട്ടായി. അപ്പോൾ എന്തായി, ഈ തേരിൽ നിന്നും ഇവരിറങ്ങി ആ കുതിരയൊക്കെ ഒരു സ്ഥലത്ത് ബന്ധിച്ചു. അതിനുശേഷം അന്ന് അവിടെ വെറും പച്ചവെള്ളം മാത്രം കുടിച്ച് അവരൊരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അവിടെ കിടന്നുറങ്ങുകയാണ് ചെയ്യുന്നത്. ആരാന്ന്? സാക്ഷാൽ നാരായണൻ്റെ അവതാരം. നമ്മൾക്ക് ഒരു നേരം ഭക്ഷണം കഴിക്കാതിരുന്നാലുള്ള അവസ്ഥ എന്താ? ഇനി ശ്രീരാമൻ്റെ വനവാസത്തിൻ്റെ ആരംഭം കുറിച്ചു. വെറും പച്ചവെള്ളം മാത്രം കുടിച്ച് നിലത്ത് കിടന്നുറങ്ങുന്ന ശ്രീരാമനെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ആഹാരം കഴിച്ചിട്ടില്ല. ശ്രീരാമൻ മാത്രമല്ല, ലക്ഷ്മണനും അതെ. വഴിയിൽ നിന്ന് ഭക്ഷണം ഒന്നും കൊണ്ടുവന്നില്ല. കാരണം അത് ഉച്ചക്കെല്ലാം കഴിച്ചിട്ടുണ്ടാവും. ഇത് രാവിലെ പുറപ്പെട്ടതാ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞു, ഭക്ഷണമൊന്നുമില്ല. മാത്രമല്ല, ഇനി അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞ് മറ്റുള്ള ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഒരു സ്ഥലത്തു നിന്നും ശ്രീരാമൻ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, വനത്തിൽ താമസിക്കുന്ന ആൾക്കാർ മറ്റുള്ള ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ ഉള്ള ഒരു സ്ഥലത്തും വസിക്കുകയോ അവിടെയുള്ള ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ അവരോടേറ്റ് ബന്ധപ്പെടാനോ അല്ലെങ്കിൽ അവിടെ താമസിക്കാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം അതുകൊണ്ടുണ്ട് ഒരു പ്രതിജ്ഞ ചെയ്യുന്നുണ്ട് വനത്തിലേക്ക് പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ വേറെ എവിടെയും ആരുടെ വീടുകളിൽ നിന്ന് എന്ത് കൊടുത്താലും വാങ്ങി കഴിക്കാനും പറ്റില്ല. അപ്പോൾ ഇവർ ആ തമസാ നദിയുടെ തീരത്ത് അന്ന് അന്തിയുറങ്ങി. ഇതേ അവസരത്തിലാണ് ആ ഒന്നിച്ചുള്ള പൗരജനങ്ങളും ശ്രീരാമന് ചുറ്റുമായിട്ട് അല്ലെങ്കിൽ ശ്രീരാമൻ കിടക്കുന്നതിൻ്റെ പരിസരത്തായിട്ട് ആ ഓരോ സ്ഥലത്ത് തമസാ നദിയുടെ തീരത്ത് എല്ലാവരും നിലത്തിങ്ങനെ വീണ് കിടക്കാൻ രാമൻ എന്നുള്ള ചിന്തയോടുകൂടിയും രാമനെ മാത്രം മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് അവരവിടെ കിടന്നുറങ്ങുന്നു. ആലോചിച്ച് നോക്കാം രാമനോടുള്ള സ്നേഹം. ഈ അവസരത്തിൽ എന്താണ് നടക്കുന്നത് നമുക്ക് നോക്കാം. കാനനവാസം നമുക്കുമെന്നേവരും മാനസത്തിങ്കൽ ഉറച്ചു മരുവിനാർ. പൗരജനത്തിൻ പരിദേവനം കണ്ടു ശ്രീരാമദേവനും ഉള്ളിൽ നിരൂപിച്ചു. സൂര്യൻ ഉദിച്ചാലയക്കുകയുമില്ലിവർ, കാര്യത്തിനും വരും വിഘ്നമെന്നാലിവർ. ഖേദം കലർന്നു തളർന്നുറങ്ങുന്നിതു ബോധമില്ലിപ്പോൾ ഇനിയുണരും മുമ്പേ. പോക നാം ഇപ്പോഴേ കൂട്ടുക തേരെന്നും രാഘവൻ വാക്കുകൾ കേട്ടു സുമിന്ദ്രരും. വേഗേന തേരുമൊരുമിച്ചതന്നേരം രാഘവന്മാരും ജനകസനൂജയും. തേരിലേറിയിടിനാരേതുമറിഞ്ഞീല പൗരജനങ്ങളും. അന്നേരം സുമീന്ദ്രരും ചെറ്റയോധ്യാഭിമുഖം ഗമിച്ചിട്ടതാ. തെറ്റെന്നു തെക്കോട്ടു തന്നെ നടകൊണ്ടു. ചുറ്റും കിടന്ന പുരവാസികളെല്ലാം പിറ്റേനാൾ തങ്ങളുണർന്നു നോക്കും നേരം കണ്ടീല രാമനെ എന്നു കരഞ്ഞതി കുണ്ഠിതന്മാരായി പുരിപൂക്കുമേവിനാർ. സീതാസമേതനാം രാമനെ സന്തതം ചേതസി ചിന്തിച്ചനൂദിനം പുത്രമിത്രാദികളോടുമിട ചേർന്നു ചിത്തശുദ്ധ്യാവസിച്ചിടിനാരേവരും. മംഗളദേവതാ വല്ലഭൻ രാഘവൻ ഗംഗാതടം പൊക്കു ജാനകി തന്നോടും മംഗളസ്നാനവും ചെയ്തു സഹാനുജം. ശൃംഗിവേരാവിദുരേ മരുവീടിനാൻ. താശരഥിയും വിദേഹതനൂജയും ഹിംസഭാമൂലേ സുഖേന വാണിടിനാർ. രാമാഗമന മഹോത്സവമെത്രയും ആബോധം ഉൾക്കൊണ്ടു കേട്ടു കുഹൻ തഥാ. ഇവിടെ ശ്രീരാമന് പെട്ടെന്നൊരു ബോധം വന്നു. കാരണം ഈ രാത്രിയിൽ ഞാൻ ഇവിടെ നിന്നാൽ എന്നോടൊപ്പം അയോധ്യ നിവാസികൾ അനവധി ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ നേരം ഉദിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പോകുമ്പോഴേക്ക് എന്ത് ചെയ്യും?
ഇവരെല്ലാവരും ഒന്നിച്ച് വീണ്ടും വരും. അങ്ങനെ പോകുമ്പോൾ ഞാൻ എവിടെ പോകുന്നോ ആ സ്ഥലം പിന്നീട് ഗ്രാമമായി തീരും. കാരണം ഒരു കാരണവശാലും ഗ്രാമങ്ങളിൽ തങ്ങുകയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എൻ്റെ കാര്യം മാത്രം, എൻ്റെയും എന്നുവെച്ചാൽ സീതയുടെയും ലക്ഷ്മണൻ്റെയും മാത്രം കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ഇനി അങ്ങനല്ല, ഈ ഇവരെല്ലാം വരുന്ന സമയത്ത് അവരുടെയൊക്കെ നേതാവാരാ? ഞാനായും. അപ്പോൾ അച്ഛൻ എന്താണ് കൊടുത്തത്? രാജ്യം അല്ലെങ്കിൽ അവിടുത്തെ ഭരണം മുഴുവൻ തന്നെ രാമനിൽ നിന്നും ഭരതന് കൊടുക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ഇവരൊക്കെ ഇദ്ദേഹത്തിനെ രാജാവായി കണ്ടും കൊണ്ടാണ് ഒന്നിച്ചു വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഈ പോകുന്നിടത്തൊക്കെ ഓരോ രാജ്യമായി തീരും. അപ്പോഴത് സത്യലംഘനമാണ്. മാത്രമല്ല ആ പോയി താമസിക്കുന്നിടം ഗ്രാമങ്ങളായി തീരും. അതും ഗ്രാമത്തിൽ താമസിക്കുകയില്ല എന്നുള്ളതിൻ്റെ സത്യലംഘനമാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് ഇവിടുന്ന് നീങ്ങണം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവർ ഉണർന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? പിന്നെ ഇവർ ഒന്നിച്ച് തന്നെ വരും. കാരണം ഇവരൊക്കെ കാൽനടയായിട്ടാണ് വന്നിട്ടുള്ളത്. എന്നാൽ രാമനും ലക്ഷ്മണനും സുമീന്ദ്രനും ഒക്കെ തേരിലാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് വലിയ ക്ഷീണമില്ല. ക്ഷീണമുള്ളവർ നടന്ന് തളർന്ന് അവശരായിട്ട് അവിടെ ബോധം പോയതുപോലെ കിടന്നുറങ്ങുകയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണമെന്നുള്ള ചിന്തയോട് സുമീന്ദ്രരെ പതുക്കെ വിളിച്ചു. എത്രയും പെട്ടെന്ന് തേര് കൂട്ടുക, നമുക്ക് ഇവിടുന്ന് പോകണമെന്ന്. അങ്ങനെ വളരെ രഹസ്യമായി പറഞ്ഞ വാക്ക് കേട്ട് സുമീന്ദ്രർ തേരിലേക്ക് ഇവരെല്ലാവരും കയറ്റി തേര് കൂട്ടി സാവധാനം ശബ്ദമുണ്ടാക്കാതെ കുറച്ച് ദൂരം ചെന്ന് അവിടുന്ന് പിന്നെ ഓടിച്ചു പോയി എന്നർത്ഥം. പാപങ്ങൾ അവിടെ ഇങ്ങനെ കിടന്നുറങ്ങിയാൽ രാമനുണ്ടാവും. രാമൻ്റെ ആ മടിത്തട്ടിലാണ്, രാമൻ്റെ സംരക്ഷണയിലാണ് ഞാൻ കഴിയുന്നതെന്നുള്ള ഓരോ ആളുടെയും വിശ്വാസപ്രകാരം അവരവിടെ ഇങ്ങനെ കിടന്ന് മയങ്ങി ഉറങ്ങുന്നു. ശ്രീരാമൻ മുന്നോട്ടേക്ക് പോകുന്നു. നേരം പുലർന്നു നോക്കുമ്പോൾ രാമനെ കാണുന്നില്ല. ഇവിടെ പോയി എന്നാലും എന്തൊരു ഉറക്കായിപ്പോയി. ഇങ്ങനെ ബോധം കെട്ട് ഉറങ്ങാൻ പാടില്ലായിരുന്നു. രാമൻ പോയല്ലോ എന്നുള്ള ആ ടെൻഷൻ, വേദന, വിഷമെല്ലാം കൂടിയിട്ട് ദുഃഖിച്ച് നിരാശരായിട്ട് ആ പൗരജനങ്ങളെല്ലാം തിരിച്ച് അയോധ്യയിലേക്ക് തന്നെ പോകുന്നു. ആ അവസരത്തിൽ ഈ രാമലക്ഷ്മണന്മാർ സീതാസമേതമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവർ നേരെ എത്തിച്ചേരുന്നത് ഗംഗാനദിയുടെ തീരത്താണ്. ഏറ്റവും ശ്രേഷ്ഠമായി ഗംഗാനദി പറഞ്ഞാൽ ഏറ്റവും വലിയ വിശാലമായിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ ആ ഗംഗയുടെ നദിയുടെ തീരത്ത് അവരവിടെ വന്നു. അവിടെയാണ് ശൃംഖിവേരം എന്ന് പറയുന്ന രാജ്യം, നിഷാദന്മാരുടെ രാജ്യം എന്ന് വെച്ചാൽ വനവാസികളുടെ രാജ്യമാണ്. അവിടുത്തെ രാജാവാണ് ഗുഹൻ. ഇനി നമുക്ക് ഗുഹൻ്റെ ആഗമനമാണ് വേണ്ടത്. ഗുഹൻ ഇതറിഞ്ഞു. സാക്ഷാൽ ശ്രീരാമചന്ദ്രൻ എൻ്റെ രാജ്യത്തിൻ്റെ അവിടെ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിനെ കാണാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഗുഹൻ. ആരാണ് ഗുഹൻ എന്നുള്ളതെല്ലാം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. സ്വാമിയായിഷ്ടവയസ്യനായുള്ളൊരു രാമൻ തിരുവടിയെ കണ്ടു വന്നിപ്പാൻ പക്വമനസോടും ഭക്തൈവ സത്വരം പക്വഫല മധുപുഷ്പാദികളെല്ലാം കൈകൊണ്ടു ചെന്നു രാമഗ്രേ വിനിക്ഷിപ്യാം ഭക്തൈവ ദണ്ഡ നമസ്കാരവും ചെയ്തു പെട്ടെന്നെടുത്തെഴുന്നേൽപ്പിച്ചു ഭക്ഷസി തുഷ്ടാദൃഢമണച്ചാശ്ലേഷവും ചെയ്തു മന്ദഹാസം പൂണ്ടു മാധുര്യപൂർവകം മന്ദേതരം കുശലപ്രശ്നവും ചെയ്തു കഞ്ചവിലോചനൻ തൻ തിരുമേനി കണ്ടഞ്ജലി പൂണ്ടു ഗുഹനും മുര ചെയ്തു. ധന്യനായേനടിയൻ ഇന്നു കേവലം നിർണയം നൈഷാദ ജന്മവും പാവനം നൈഷാദമായുള്ള രാജ്യമിതുമൊരു ഭൂഷണഹീനമദീനമല്ലോ തവ. കിങ്കരനാമടിയനെയും രാജ്യവും സങ്കടം കൂടാതെ രക്ഷിച്ചുകൊള്ളുക. സന്തോഷമുൾക്കൊണ്ടിനി നിന്തിരുവടി സന്തതമത്ര വസിച്ചരുളിടണം. അന്തഃപുരം മമ ശുദ്ധമാക്കിയിടണം. അന്തർമുദാപാദ പത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ. കാലേ കനിവോടനുഗ്രഹിക്കണമേ.
ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ. കേൾക്കതീ വാക്യം മതീയം മമസ്സകേ, സൗഖ്യമിതിൽ പരമില്ലെനിക്കേതുമേ. സംവത്സരം 14 കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ. അന്യദത്തം ഭുജിക്കുന്നതുമില്ലെന്നും അന്യേ വനവാസകാലം കഴിവോളം രാജ്യമതേൽ ഭവാൻ മത്സഹിയല്ലോ. പൂജനാം നീ പരിപാലിക്ക സന്തതം, കുണ്ടഭാവം ചെറുതുണ്ടാകയും വേണ്ട. കൊണ്ടുവരിക പടക്ഷീരമാശു നീ. തൽക്ഷണം കൊണ്ടുവന്നു പടക്ഷീരവും ലക്ഷ്മണനോടു കലർന്നു രഘുത്തമൻ. ശുദ്ധ പടക്ഷീരഭൂതികളെ കൊണ്ടു ബദ്ധമായൊരു ജടാമകുടത്തോടും സോദരൻ തന്നാൽ കുശലാദ്യങ്ങളാൽ സാദരമാസ്തൃതമായ തൽപ്പസ്ഥലേ പാനീയമാത്രമശിച്ചു വൈദേഹിയും താനുമായി പള്ളിക്കുറിപ്പു കൊണ്ടിടിനാൻ. പ്രാസാദമൂർധനീ പര്യങ്ക യഥാപുര വാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ചന്തികേ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ. ലക്ഷ്മീപതിയായ രാഘവസ്വാമിയും ലക്ഷ്മീ ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പാകുലനായി കുഹൻ. ലക്ഷ്മണനോടു പറഞ്ഞു തുടങ്ങിനാൻ. പുഷ്കരനേത്രനെ കണ്ടീലയോ സഖേ, പർണതൽപേ ഭുവി ദാരുമൂലെ കിടന്നർണോജനേത്രനുറങ്ങുമാറായിതു. സ്വർണതൽപേ ഭവനോത്തമേ സൽപുരേ പുണ്യപുരുഷൻ ജനകാത്മജയോടും. പള്ളിക്കുറുപ്പുകൊള്ളും മുന്നമിന്നിഹ പല്ലവ വല്യങ്ക സീംനി വനാന്തരെ. ശ്രീരാമദേവന് ദുഃഖമുണ്ടാകുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി. മന്ദരാചിത്തമാസ്തായ കൈകേയി താൻ ഹന്തമഹാപാപമാചരിച്ചാളല്ലോ. ഇവിടെ വളരെ നല്ലൊരു സൗഹൃദം ആണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഗുഹൻ എന്ന് പറയുന്നത് നൈഷാദ രാജാവാണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ കാട്ടാളനാണ്. ഈ ഗുഹൻ കാട്ടാളനാവാനും ഇങ്ങനെ ശ്രീരാമനായിട്ട് സംഗമിക്കുവാനുമായിട്ട് ഒരു കഥയുണ്ട്. ആ കഥ നമുക്ക് കേൾക്കാം. കൃത്തിവാസ രാമായണത്തിൽ ഗുഹൻ്റെ പൂർവ്വ ചരിത്രം വളരെ ഭംഗിയായിട്ട് വിവരിക്കുന്നുണ്ട്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഗുഹൻ എന്ന് പറയുന്നത് വാമദേവൻ എന്ന് പറയുന്ന ഒരു ഋഷിയുടെ പുനർജന്മമാണ്. ഈ വാമദേവൻ ആരാ? സാക്ഷാൽ വസിഷ്ഠൻ്റെ മകനും. അങ്ങനെ വസിഷ്ഠൻ്റെ പുത്രനായിട്ടുള്ള വാമദേവൻ അയോധ്യയിലാണ് ഉണ്ടായിരുന്നത്. ഈ അയോധ്യയിൽ ദശരഥൻ്റെ യൗവനകാലത്താണ് ഈ വാമദേവൻ്റെ സമയം. അപ്പോൾ ആ സമയത്ത് ഒരിക്കൽ ഈ രാജർഷിയായ ദശരഥൻ വനത്തിലേക്ക് പോകുന്നു. എന്തിനാ? നായാട്ടിനായിട്ട്. ആ നായാട്ടിനായിട്ട് വനത്തിലേക്ക് പോകുമ്പോൾ രാത്രി ആ വനത്തിൽ ഒറ്റപ്പെടുകയും ആ അവസരത്തിൽ ഒരു ജലാശയത്തിൽ നിന്നും ആന വെള്ളം കുടിക്കുന്ന പോലുള്ളൊരു ശബ്ദം കേൾക്കുകയും അവിടത്തേക്ക് അസ്ത്രം തൊടുത്ത് വിടുകയും അവിടെ ഒരു മുനികുമാരൻ കൊല്ലപ്പെടുകയും ചെയ്യുന്നതായിട്ട് നമുക്ക് എഴുത്തച്ഛൻ്റെ രാമായണത്തിലും വാൽമീകി രാമായണത്തിലും ഒക്കെ നമുക്കറിയാം. കൃത്തിവാസ രാമായണത്തിൽ ആ മുനിയുടെ ആ അമ്പേറ്റ് മരിക്കുന്ന ആ യുവാവിൻ്റെ പേര് സിന്ധു എന്നാണ് പറയപ്പെടുന്നത്.
അന്തകമുനിയുടെ മകനായിട്ടാണ് ഈ സിന്ധു എന്ന് പറയുന്ന യുവാവിനെ ചിത്രീകരിക്കുന്നത്. അങ്ങനെ ഈ ശവശരീരം അന്തകമുനിയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയും ആ അവസരത്തിൽ അന്തകമുനി ഇവരെ ശപിക്കുകയും ചെയ്തിട്ടുണ്ട്. പുത്രദുഃഖത്താൽ നീയും മരിക്കട്ടെ എന്നുള്ളത് അത് എല്ലാ രാമായണത്തിലും മനസ്സിലാക്കാം. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ടുള്ള കഥ കൃത്തിവാസ രാമായണത്തിലാണ് നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയുക. അപ്പോൾ അവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ നിന്നും ഒരു മോചനം കിട്ടാൻ വേണ്ടിയിട്ട് കുലഗുരുവായ വസിഷ്ഠനെ കാണണം എന്നാണ് ചിന്തിച്ചത്. പക്ഷേ വസിഷ്ഠൻ്റെ ആശ്രമത്തിൽ പോയപ്പോൾ അവിടെ അദ്ദേഹം ഉണ്ടായില്ല. അപ്പോൾ ആകെ ചിന്താഗതിയിൽ ഇങ്ങനെ മാനസികമായി ടെൻഷൻ അടിച്ചിരിക്കുമ്പോഴാണ് വസിഷ്ഠൻ്റെ പുത്രനായിട്ടുള്ള ഈ വാമദേവനെ അവിടെ കാണുകയും ഈ കാര്യം ചോദിക്കുകയും ചെയ്തു. അപ്പോൾ ഈ വാമദേവൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അതിന് മാനസികമായിട്ട് പ്രയാസപ്പെടേണ്ടതില്ല. രാമനാമം 3 വട്ടം മനസ്സറിഞ്ഞ് ഭക്തിയോടുകൂടി ജപിച്ചാൽ ആ പാപങ്ങളെല്ലാം ഇല്ലാതെയാകും എന്ന് വാമദേവൻ ദശരഥനോട് പറയുന്നതായിട്ട് പറയുന്നു. നമ്മൾ ചിന്തിക്കുന്ന എന്താണ്, ദശരഥൻ്റെ പുത്രനായി രാമൻ ജനിക്കുന്നില്ലേ? പക്ഷെ രാമമന്ത്രത്തിന് അതിനു മുന്നേ രാമായണമുണ്ട്. എല്ലാ രാമായണത്തിലും പറഞ്ഞില്ലേ, രാമായണങ്ങൾ പലതും കവിവര രാമോദപൂർവം പറഞ്ഞു കേൾപ്പുണ്ട് ഞാൻ എന്ന് സീത പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ രാമനാമത്തിന് താരകമന്ത്രമായ രാമമന്ത്രം ജപിച്ചാൽ രാമനേക്കാളും ശക്തിയാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞെന്താ, 3 തവണ ആ രാമമന്ത്രം നിങ്ങൾ ജപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് മോക്ഷം കിട്ടും, അല്ലെങ്കിൽ അതിൽ നിന്ന് മോചനം കിട്ടും എന്ന് ഒരിത് കൊടുത്തു. ഇത് പറഞ്ഞ് ദശരഥനും പോയി. കുറേ കഴിഞ്ഞ് വസിഷ്ഠനെത്തിയപ്പോൾ മകനായ ഈ വാമദേവൻ പറഞ്ഞു, ഇങ്ങനെ ദശരഥ മഹാരാജാവ് വന്നിരുന്നു, ഇങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു, നീ എന്താ അതിന് മറുപടി കൊടുത്തത്? അപ്പോൾ പറഞ്ഞു, ഞാൻ 3 വട്ടം രാമനാമം ജപിച്ചാൽ അതിന് മോക്ഷം കിട്ടും എന്നാണ് പറഞ്ഞത്, അല്ലെങ്കിൽ അതിന് ഗുണം കിട്ടും എന്നാണ് പറഞ്ഞത്. ആ അവസരത്തിൽ വസിഷ്ഠൻ കോപം കൊണ്ട് ജ്വലിച്ചു എന്നാണ് പറയുന്നത്. കാരണം എൻ്റെ പുത്രനായ നിനക്ക് ഇത്രയും വിവരമില്ലാത്തവനായി പോയോ? ഈ വിവരദോഷിയായ നീ ഒരു ചണ്ഡാളനായി നിഷാദ കുലത്തിൽ ജനിക്കാൻ ഇടവരട്ടെ എന്ന് ശപിച്ചു. എന്താ കാരണം ശപിക്കാൻ? അദ്ദേഹം പറയുന്നുണ്ട്, ഈ തെറ്റുകളിൽ നിന്ന് മോക്ഷം കിട്ടാൻ അല്ലെങ്കിൽ മോചനം കിട്ടാൻ 3 വട്ടം നാമം ജപിക്കണം എന്നല്ലേ പറഞ്ഞേ? കേവലം ഒറ്റ തവണ ജപിച്ചാൽ തന്നെ ആ പാപങ്ങളെല്ലാം നശിക്കും. പിന്നെ നീ എന്തിനാണ് 3 വട്ടം ജപിക്കുന്നത് പറഞ്ഞാൽ ഇത്രയും അറിവുകൾ നീ അങ്ങനെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ നീ തെറ്റാണ് പറഞ്ഞത്, അതിൻ്റെ ശിക്ഷ നീ അനുഭവിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ശപിക്കുന്നത്. ആ ശാപനിമിത്തമാണ് ആ മാനസികമായി വളരെ സങ്കടപ്പെട്ട് അദ്ദേഹം ഈ തപശക്തി കൊണ്ട് ജീവൻ വെടിയുന്നു. അദ്ദേഹമാണ് പിന്നെ ഗുഹനായിട്ട് ജനിക്കുന്നത് അച്ഛൻ്റെ ശാപം നിമിത്തം. ആ ഗുഹനെയാണ് ഇവിടെ കാണുന്നത്. എവിടെ? അതിനു മുമ്പും കൃത്തിവാസ രാമായണത്തിൽ ഗുഹനും ശ്രീരാമനും തമ്മിൽ കണ്ടുമുട്ടുന്ന പല സന്ദർഭങ്ങളും വിവരിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവർ ആത്മമിത്രങ്ങളാകുന്ന സന്ദർഭങ്ങളും പറയുന്നുണ്ട്. ഇവർ ആ സമയത്ത് തന്നെ ആത്മമിത്രങ്ങളാകുന്ന കഥ കൃത്തിവാസ രാമായണത്തിൽ പറയുന്നുണ്ട്. അതൊന്നും ഞാൻ ഇവിടത്തേക്ക് കൊണ്ടുവരുന്നില്ല. ഏതായാലും ആ ഗുഹനെയാണ് നമ്മൾക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ ഗുഹൻ്റെ അടുത്തേക്കാണ് ശ്രീരാമനും ഇവിടെ എത്തിച്ചേരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇവിടെ ഇതിന് പിന്നിൽ വേറെ വലിയൊരു തത്വമുണ്ട്. എന്താണെന്നറിയോ? നമ്മുടെ നാട്ടിൽ, നമ്മുടെ വീട്ടിൽ, നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറയാറില്ലേ, എന്താണ്, നിങ്ങൾ സന്ധ്യയ്ക്ക് നാമം ജപിക്കൂ, രാമനാമം ജപിക്കൂ മക്കളെ എന്ന് പറയാറില്ലേ? രാമനാമം കുട്ടികൾക്ക് മാത്രമല്ല, നമ്മളെല്ലാവരും രാമനാമം ജപിക്കണം. ആ രാമനാമം 1 തവണ ജപിച്ചാൽ തന്നെ ഇത്രയേറെ പുണ്യം കിട്ടുമെങ്കിൽ നമ്മൾ സന്ധ്യാനേരം നമ്മൾ ജപിക്കുന്ന നാമജപത്തിൻ്റെ പുണ്യം എത്രയാണെന്ന് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ പുണ്യം നമുക്ക് എല്ലാവർക്കും മാത്രമല്ല, നമ്മൾക്ക് മാത്രമല്ല, നമ്മളെല്ലാവർക്കും കിട്ടുന്ന വിധത്തിൽ നമ്മൾ പരമാവധി രാമായണത്തിൻ്റെ മഹത്വം നമ്മൾ പ്രചരിപ്പിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ആൾക്കാർക്ക് അയച്ചു കൊടുക്കാൻ പറയുന്നത്. ആവട്ടെ, ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ തിരിച്ചു വരാം. ഇങ്ങനെയുള്ള ഗുഹനാണ് ഇപ്പോൾ ശ്രീരാമൻ്റെ അരികിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ഗുഹൻ പറയുകയാണ്, ഈ ശ്രീരാമൻ്റെ അരികിലേക്ക് വരുന്ന അവസരത്തിൽ നിരവധി പഴങ്ങളും ഫലമൂലാദികളും ഒക്കെ ഒരുപാട് സാധനങ്ങളൊക്കെ ശ്രീരാമൻ്റെ മുന്നിൽ കാഴ്ചവെച്ചു. ഗുഹനും ഒരുപാട് ആൾക്കാരും കൂടിയിട്ട്, അനുചരന്മാരൊക്കെ കൂടിയിട്ട്. എന്നാലും അതിനുശേഷം ശ്രീരാമൻ്റെ മുന്നിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ആ ശ്രീരാമൻ ആ ഗുഹനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു നെഞ്ചോട് ചേർത്ത് ആലിംഗനം ചെയ്തു. ശ്രീരാമൻ അപൂർവമായിട്ട് ആൾക്കാരെ മാത്രമാണ് ഇങ്ങനെ ചെയ്യുന്നത്. നോക്കാം, ഇവിടെ ഗുഹനാണ് ആദ്യം ആ ഭാഗ്യം കിട്ടിയിട്ടുള്ളത്. ആ അവസരത്തിൽ ഗുഹൻ പറയുകയാണ്, ഇത് എൻ്റെ രാജ്യമാണ്. അങ്ങയുടെ ഈ വരവോടുകൂടി എൻ്റെ ഈ നിഷാദ ജന്മം സഫലമായി. എന്തിനു വേണ്ടിയാണോ ഞാൻ ഈ ജന്മം എടുത്തത്, ആ ജന്മം ഇപ്പോൾ സഫലമായി കഴിഞ്ഞു. എന്താണ് എന്നുള്ളത് ഞാൻ പറഞ്ഞു കഴിഞ്ഞു.
അപ്പോൾ ഇനി ഈ രാജ്യവും എല്ലാം തന്നെ അങ്ങയുടെ വരവോടുകൂടി ധന്യമായല്ലോ. ഈ രാജ്യം മുഴുവൻ അങ്ങെടുത്ത് ഇവിടെ അങ്ങ് വസിക്കണം. ഇത് മുഴുവൻ തന്നെ അങ്ങയുടെ രാജ്യമായി കണ്ട് ഇവിടെ അങ്ങയുടെ കിങ്കരനായിട്ട് അങ്ങ് എന്നെ അല്ലെങ്കിൽ നിയമിക്കണം എന്ന വിധത്തിൽ പറഞ്ഞു. ശ്രീരാമൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞ വാക്കുകൾ എന്താണെന്നറിയോ? ഞാൻ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങുന്നത് വനയാത്രയ്ക്ക് വേണ്ടിയാണ്. അപ്പോൾ ഈ വനവാസം എന്ന് പറയുന്നത് 14 വർഷമാണ് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ 14 വർഷം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? മറ്റൊരു ഗ്രാമങ്ങളിലും താമസിക്കാൻ പറ്റില്ല. കൂടാതെ എനിക്ക് മറ്റുള്ളവരുടെ തരുന്ന ഒരു സമ്പാദ്യങ്ങളും വാങ്ങിക്കാനും പറ്റില്ല. ഐശ്വര്യം, നിങ്ങൾ സന്തോഷപൂർവ്വം എനിക്ക് കൊണ്ടുതരുന്ന കാഴ്ചകളുണ്ടല്ലോ, ഈ കാഴ്ചകളൊന്നും എനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ വനത്തിലേക്ക് താപസ വേഷം ധരിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. ഒരു താപസന് എന്താ പറ്റാത്തത്? സമ്പത്ത് പാടില്ല. സന്യാസിക്ക് സമ്പത്ത് പാടില്ല. നമ്മൾക്കറിയാം. ഇന്ന് അങ്ങനെയാണോ? ഇതങ്ങനെയല്ല. സന്യാസി എന്ന് വെച്ചാൽ ഒരു ഉദാഹരണം, ഒരു കഥ പറയാം. എന്താണെന്ന് വെച്ചാൽ, ഒരാൾ സന്യാസിയാവാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പോൾ അയാൾ കല്യാണം കഴിച്ചാണ്, ഭാര്യയുണ്ട്, മക്കളൊക്കെ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് സന്യാസിയാവണം. കാരണം വീട്ടിലുള്ള അന്തരീക്ഷം ശരിയില്ല. അതുകൊണ്ട് ഭാര്യയായിട്ട് എപ്പോഴും ശണ്ടയാണ്. അദ്ദേഹം ഭാര്യയെ ഉപേക്ഷിച്ചു, മക്കളെ ഉപേക്ഷിച്ചു, വീട് ഉപേക്ഷിച്ചു, സമ്പത്ത് ഉപേക്ഷിച്ചു, നേരെ പോയി കാശിയിലേക്ക്. അവിടെ എത്തിയിട്ട് ഒരു കാഷായ വസ്ത്രം ധരിച്ചിട്ടുണ്ട്, ഒരു മാലയൊക്കെ ധരിച്ച് ചന്ദനക്കുറിയൊക്കെ വെച്ച് അദ്ദേഹം ഇങ്ങനെ അവിടെ ഇതാകുന്ന സമയത്ത് ചില ആൾക്കാർ, ഭക്തിയുള്ള ആൾക്കാർ, വിശ്വാസികളായ ആൾക്കാർ, അദ്ദേഹം ഒരു മരത്തണലിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ കൊണ്ടുപോയിട്ട് ഫലമൂലാദികളൊക്കെ വെച്ച് അദ്ദേഹത്തിന് തൊഴുതു. അദ്ദേഹം അത് കഴിച്ചു. ആ മരച്ചുവട്ടിൽ തന്നെ കിടന്നുറങ്ങി. അങ്ങനെ ആ മരച്ചുവട്ടിൽ കിടന്നുറങ്ങി ആ ഫലമൂലാദികൾ ഭക്ഷിച്ച് നിൽക്കുന്ന ആ വ്യക്തി പിറ്റേ ദിവസം അതേ ആൾക്കാർ വീണ്ടും വന്നു. അപ്പോൾ അവരൊപ്പം മറ്റു പലരും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇങ്ങനെയുള്ള പല ആൾക്കാരും വരും. അങ്ങനെ അദ്ദേഹത്തിനെ കാണാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം വർദ്ധിച്ചു. ആ എണ്ണം വർദ്ധിക്കുന്ന സ്ഥിരമായിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് വരുന്ന നിരവധി ആൾക്കാരുണ്ടായി തുടങ്ങി. അപ്പോൾ അവരൊക്കെ കൊണ്ടുവരുന്ന ഭക്ഷണമാണ് ഇദ്ദേഹം കഴിച്ചിരുന്നത്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഒരുപാടായി. കാരണം ഇത് കൊണ്ടുവന്ന് പലർക്കും കൊടുക്കും, എന്നാലും സൂക്ഷിച്ചു വെക്കാൻ ഒരു സ്ഥലമില്ലാത്ത അവസ്ഥ വന്നപ്പോൾ ആ ഇവിടെ ഒന്നിച്ച് വരുന്ന ശിഷ്യന്മാരായ ആൾക്കാരുണ്ടല്ലോ, ഭക്തജനങ്ങളായ ആൾക്കാർ തീരുമാനിച്ചു, ഏതായാലും നമ്മുടെ സ്വാമിക്ക് നമുക്കൊരു പർണശാല പണിത് കൊടുക്കാം. അവർ ഈ മരത്തിനോട് ചേർന്നിട്ട് ഒരു ചെറിയൊരു പർണശാല പണിതു. അപ്പോഴെന്തായി ഗുണം? ഇദ്ദേഹത്തിന് ഈ സാധനങ്ങളെല്ലാം സൂക്ഷിക്കാൻ ഒരിടായി. അപ്പോൾ തണുപ്പും ഇതും തട്ടാതെ തന്നെ ഈ മരത്തണലിൽ കിടക്കും വേണ്ട, അവിടെ കിടക്കുകയും ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുക. അപ്പോൾ അദ്ദേഹത്തിന് കുറേ കൂടെ സന്തോഷമായി. അദ്ദേഹം ഈ പഴവർഗ്ഗങ്ങളെ സൂക്ഷിച്ച് വെക്കും. അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ കൂടുതലായിട്ട് അതൊക്കെ മടക്കി തയ്യാറാക്കി വെക്കാൻ പറ്റും. അതേ കൂടൊപ്പം തന്നെ ഇയാൾക്ക് ഒരു പൂജാവിധാനവും തുടങ്ങി. കാരണം എന്താണ്? അവിടെ ഒരു ശിവലിംഗം വെച്ചു. ആ ശിവലിംഗത്തിനെ പ്രാർത്ഥിച്ചു, അതിന് അഭിഷേകം ചെയ്യും, അതിനെ പൂജ ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്തു. അപ്പോൾ ഭക്തന്മാരുടെ എണ്ണം കൂടുതലായി. കാരണം ഈ ശിവലിംഗം തൊഴാനും പിടിക്കാനും ഒക്കെ ആയിട്ട് ആൾക്കാർ വരുമല്ലോ. അങ്ങനെ കൂടുതലായി. അപ്പോഴാണ് ഈ അഭിഷേകത്തിനും മറ്റു കാര്യങ്ങൾക്കെല്ലാം മറ്റേ പാല് കുറേ ദൂരത്തു നിന്നാണ് ഭക്തന്മാരാരും കൊണ്ടു കൊടുക്കുന്ന പാലായിരുന്നു ഉപയോഗിച്ചിരുന്നത്. അപ്പോഴൊരാൾ പറഞ്ഞു, ഏതായാലും നമുക്ക് സ്വാമിജിക്കൊരു പശുവിനെ നമുക്ക് ദാനം കൊടുക്കാം. അങ്ങനെ നല്ലൊരു ശ്രേഷ്ഠമായ പശു ഒരു ഭക്തൻ ഇദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ പശു വരുന്ന സമയത്ത് ആ പശുവിനെ കെട്ടാനുള്ള സ്ഥലം കൂടി അതിനൊരു തൊഴുത്തും കൂടി ആ കൂട്ടത്തിലേക്ക് കെട്ടി തയ്യാറാക്കി. ഇപ്പോൾ സ്വാമിക്ക് തിരക്കായി. എന്താണെന്ന് അറിയുമോ? മുമ്പ് ഇദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമേ നോക്കണ്ട, ഇപ്പോൾ പശുവിൻ്റെ കാര്യം കൂടി നോക്കണം. എന്താ? അതിരാവിലെ എഴുന്നേൽക്കണം, എന്നിട്ട് തൊഴുത്ത് വൃത്തിയാക്കണം, ആ ചാണകമൊക്കെ വാരി മാറ്റണം, അതിന് പശുവിനെ കുളിപ്പിക്കണം, പശുവിനെ കുളിപ്പിച്ച് ഇതാക്കിയതിന് ശേഷം ആ പശുവിനെ കറക്കണം, അതിനുശേഷം പൂജ നടക്കും. ഇപ്പോഴൊക്കെ ഭക്തന്മാരായ ആൾക്കാർ അവിടെ വന്ന് ഇങ്ങനെ മുഷിഞ്ഞിരിക്കാൻ തുടങ്ങി. അവർക്കും വളരെ വിഷമമായി, എന്താ ചെയ്യുന്നത്? അപ്പോൾ ഇതിങ്ങനെ അപ്പോൾ അവർ തീരുമാനിച്ചു, ഏതൊരു പശുവിനെ നോക്കാൻ, പശുവിനെ കറക്കാൻ, പശുവിനെ കുളിപ്പിക്കാൻ, ചാണകം പാരാൻ ഒക്കെ ആയിട്ട് ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ നന്നല്ലേ. അങ്ങനെ സ്വാമിജിയോട് പറഞ്ഞു. അപ്പോൾ സ്വാമിജി പറഞ്ഞു, എന്നാൽ പിന്നെ പറ്റിയ ഒരാളെ നോക്കുമ്പോൾ ആരുമില്ലാത്ത ഒരു സ്ത്രീ ഇതേപോലെ അവിടെ ഉണ്ടായിരുന്നു ആ പുണ്യസ്ഥലത്ത്. ആ സ്ത്രീയോട് പറഞ്ഞു, നിങ്ങൾക്കിങ്ങനെ സ്വാമിജിയുടെ ആശ്രമത്തിൽ പശുവിനെ നോക്കാൻ പറ്റുമോ? ഓ, എന്താ ബുദ്ധിമുട്ട്, പുണ്യമായ കാര്യമല്ലേ, അത് ഈ കാശിയിൽ വന്നിട്ട് ചെയ്യുമ്പോൾ അതിനേക്കാൾ എത്ര പുണ്യം വരുന്ന വേണ്ടത്, ശരി ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു. ആ സ്ത്രീയും ആ തൊഴുത്തിൽ അല്ലെങ്കിൽ ഈ ആശ്രമത്തിനൊരു ഭാഗത്ത് അവർ കിടന്നുറങ്ങും. അവർ ആ തരത്തിൽ പശുവിനെയും കാര്യങ്ങളൊക്കെ നോക്കും. അത്യാവശ്യം ഭക്ഷണമൊക്കെ ഈ സ്വാമിജിക്ക് വെച്ച് കൊടുക്കും. എന്തിനേറെ പറയുന്നു, ഈ പശുവിനെ നോക്കാൻ വന്ന ഈ സ്ത്രീ പിന്നീട് സ്വാമിയെ കൂടി നോക്കാനായി.
എന്ന് വെച്ചാൽ എന്താണോ ഈ സ്വാമി വേണ്ട എന്ന് ഉദ്ദേശിച്ച് നാട്ടിൽ നിന്ന് വിട്ടു വന്നത് അതെല്ലാം ഇവിടെ ഉണ്ടായി. എന്തുണ്ടായി? ഭാര്യയായി, മക്കളായി, സമ്പത്തായി, വീടായി, തൊഴുത്തായി. സന്യാസമാണ്. എന്നാൽ സന്യാസം എന്ന് പറയുന്നത് അങ്ങനെയല്ല. അപ്പോൾ ഇവിടെ ശ്രീരാമൻ അത് വ്യക്തമായിട്ട് പറയുന്നു. സന്യസിക്കാൻ പോയി കഴിഞ്ഞാൽ അർഹതയില്ലാത്ത അല്ലെങ്കിൽ സമ്പത്തായിട്ടുള്ള ഒന്നും സ്വീകരിക്കാൻ പാടില്ല, വാങ്ങിക്കാൻ പാടില്ല. അതാണിത്. ഇതൊന്നും എനിക്ക് അർഹതപ്പെട്ടല്ല. അപ്പം അന്നന്നത്തെ അന്നത്തിനുള്ളത് അത് നമ്മൾ കാട്ടിൽ നിന്നും മറ്റിടത്തും ഇട്ട് വാങ്ങിക്കാം. അത് ഗ്രാമങ്ങളിൽ താമസിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതൊന്നും എനിക്ക് പറ്റില്ല, ഞാനിത് സ്വീകരിക്കില്ല. കാരണം ഞാനോട് വാക്ക് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നിൻ്റെ രാജ്യത്ത് എനിക്ക് താമസിക്കാൻ പറ്റില്ല, നിൻ്റെ രാജ്യം എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, നിൻ്റെ കൊണ്ടുവന്നിട്ടുള്ള സമ്പത്തുകളൊന്നും എനിക്ക് സ്വീകരിക്കാനും പറ്റില്ല. അങ്ങനെയുള്ളൊരവസ്ഥയില്ലേ. പക്ഷേ ആ സ്നേഹം എന്നും, കാരണം ഇത് ഞാൻ എല്ലാം സ്വീകരിച്ച പോലെ തന്നെയാണ്, പക്ഷേ എനിക്കിത് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് നീ ഇത് തിരിച്ചു കൊണ്ടുപോകണം എന്ന് പറയുന്നു. അങ്ങനെ കൊണ്ടുപോകുന്നതിന് മുമ്പായിട്ട് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഒരു ഉപകാരം ചെയ്യണം. എന്താണ്? വടക്ഷീരം കൊണ്ടുവരണം. എന്താ വടക്ഷീരം? വടം എന്ന് പറഞ്ഞാൽ വലിയ വടം വൃക്ഷമാണ്, ആൽമരം. ഈ ആൽമരത്തിൻ്റെ കറ കൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. അങ്ങനെ ആൽമരത്തിൽ നിന്ന് ചെത്തിയെടുത്തിട്ട് ആ കറ കൊണ്ടുവന്നിട്ട് ഈ മുടിയിൽ, കാരണം പണ്ടുള്ള ആൾക്കാർക്ക് ഇന്ന് മോഡലായി വന്നിട്ടുണ്ട്. പണ്ടുള്ള ആൾക്കാർ സ്ത്രീകളും പുരുഷന്മാരും മുടി വളർത്തും, നല്ലതുപോലെ മുടി ഉണ്ടാവും, കമ്മലുണ്ടാവും, കുണ്ടലം ഉണ്ടാകും. ഇപ്പോഴാണ് അതൊന്നും ഇല്ലാണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ കാത് കുത്തിനൊക്കെ വളരെയേറെ സയൻറ്റിഫിക്കായിട്ട് കുറേ ഗുണങ്ങളുണ്ട്. അതുകൊണ്ടാണ് പണ്ടിലെ ആൾക്കാർ കാത് കുത്തുന്നത്. അപ്പോൾ അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മുടി ഒക്കെ എന്ന് വെച്ചാൽ ജടയാക്കാൻ പണ്ടുള്ള സന്യാസിമാരൊക്കെ ചെയ്യുന്നത് ഈ ആലിൻ്റെ കറയാണ്. ഈ ആലിൻ്റെ കറ നമ്മളെ മുടിയിൽ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് ജട പിടിച്ചതുപോലെയാകും. അങ്ങനെ ആ വടക്ഷീരം കൊണ്ടുവന്ന് തലയിലൊക്കെ തേച്ച് പിടിപ്പിച്ച് ജട കെട്ടി അത് പൂർണ്ണമായും ആ സന്യാസത്തിലേക്ക് പോകുന്ന തരത്തിൽ രാമലക്ഷ്മണന്മാർ ഗുഹൻ കൊണ്ടുവന്നിട്ടുള്ള വടക്ഷീരം ഉപയോഗിച്ച് ചെയ്തു എന്നിവിടെ പറയുന്നു. അതിനുശേഷം കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞ് അവിടെ ഇരുന്ന് തളർന്നിരിക്കുകയാണ്. ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. അന്നും വെറും പാനീയം മാത്രമാണ് ഈ പറയുന്ന വൈദേഹിയും അതുപോലെ തന്നെ നമ്മുടെ രാമലക്ഷ്മണന്മാരും ഒക്കെ കഴിച്ചത് എന്ന് പറയുന്നു. എന്നിട്ട് അവിടെ ആ നിലത്ത് വീണ്ടും ഇവർ തളർന്നുറങ്ങുന്നു എന്ന് വേണം പറയാൻ വേണ്ടി. ഈ അവസരത്തിൽ ലക്ഷ്മണൻ വില്ലും അമ്പും ധരിച്ച് ഒരു കണ്ണിമ പോലും ചിമ്മാതെ കാവൽ നിൽക്കുകയാണ്. ഈ 14 വർഷവും ലക്ഷ്മണൻ കണ്ണ് ചിമ്മിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ലക്ഷ്മണൻ അവിടെ കാവൽ നിൽക്കുന്നു. ഈ പറയുന്ന ഗുഹനും അതോടൊപ്പം കാവൽ നിൽക്കുന്നു. വളരെ ദയനീയമായിട്ട് ഈ അവസരത്തിൽ അവർ ആ സംഭവ വികാസങ്ങളെല്ലാം അയവർക്കാണ്. കൗസല്യയുടെയും കൈകേയിയുടെയും അതുപോലെ തന്നെ മന്ദരയുടെയൊക്കെ ഓരോ പ്രവൃത്തികളൊക്കെ ഇവർ പറയാണ്. ആ കൈകേയി നിമിത്തമാണ് എൻ്റെ രാമൻ ഇങ്ങനെ പറ്റിയതെന്നൊക്കെ ഗുഹൻ ഇങ്ങനെ പരിദേവനം പറയുന്ന ഭാഗം നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. അപ്പോൾ കൈകേയി മഹാപാപമാണ് പ്രവർത്തിച്ചതെന്നൊക്കെ ഇവരവിടെ പറയുന്നുണ്ട്. എന്നാൽ ഈ അവസരത്തിൽ ലക്ഷ്മണൻ പറയുന്ന മറുപടി മറ്റൊന്നാണ്. ആ കാര്യം എന്താണെന്ന് നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. ലക്ഷ്മണൻ കൊടുക്കുന്ന ശ്രേഷ്ഠമായ കാര്യം. ലക്ഷ്മണൻ ഇത് ഇവിടുന്ന് കിട്ടി, രാമനിൽ നിന്ന് കിട്ടി. അപ്പോൾ അവിടെയോട്ട് പറയാം. കാരണം പൂർവികർ പകർന്നു തരുന്ന നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണമെന്നുള്ള വലിയൊരു സന്ദേശം ഇവിടെ തരുന്നുണ്ട് നമുക്ക്. ശ്രീരാമനിൽ നിന്നും കിട്ടിയ ശ്രീരാമനിൽ നിന്നും ലക്ഷ്മണന് പകർന്നു കിട്ടിയ ശ്രേഷ്ഠമായ അമൃതമൊഴികൾ, ശ്രേഷ്ഠമായ കാര്യങ്ങൾ അത് വരും തലമുറക്ക് പകർന്നു കൊടുക്കാൻ ഇവിടെ ലക്ഷ്മണൻ തയ്യാറാകുന്നത് പോലെ നമ്മൾക്ക് നമ്മുടെ ഗുരുക്കന്മാരിൽ നിന്നും നമ്മുടെ ആചാര്യന്മാരിൽ നിന്നും നമ്മുടെ മാതാപിതാക്കളിൽ നിന്നും കിട്ടിയ നല്ല നല്ല കാര്യങ്ങൾ നമ്മുടെ മക്കളിലേക്കും അവരുടെ മക്കളിലേക്കും അതുപോലെ തന്നെ അർഹതയുള്ള എല്ലാവരിലേക്കും പകർന്നു കൊടുക്കണം എന്നുള്ളതും ഈ ഒരു സന്ദേശമാണ്. ഏതായാലും എന്താണത് പറയുന്നതെന്നൊക്കെ നമുക്ക് അടുത്ത ഭാഗത്ത് നോക്കാം. ഏതായാലും ഈ ഭാഗത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റു അഭിപ്രായങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.